എല്ലാവർക്കും ജാനകീസ് ട്രാവൽ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ നാളായി നമ്മൾ വീഡിയോസൊന്നും ഇട്ടില്ലായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ കൂർഗ് വീഡിയോയുടെ കണ്ടിന്യൂഷൻ തന്നെയാണ്. അപ്പോൾ ഇത് നമ്മൾ ഗോൾഡൻ ടെമ്പിൾ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇതൊരു ടിബറ്റൻ അധിനിവേശ സ്ഥലമാണ്. അപ്പം പോകുന്ന വഴിയിലൊക്കെ അവരുടെ ഒരു തോരണങ്ങളിങ്ങനെ തൂക്കിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അത് വേറെ ഒന്നും കൊണ്ടല്ല, അവരുടെ ഈ ബുദ്ധമതത്തിൻ്റെ പ്രാഥമിക മന്ത്രങ്ങളാണ് തോരണങ്ങളിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ആ മന്ത്രധ്വനികൾ കാറ്റിലൂടെ ആ നാട് മുഴുക്കെ പരക്കാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ കാറ്റടിക്കുന്ന ദിശയിലേക്ക് ആ കൊടുമരകൾ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ കാണാൻ പോകുന്നത് മൊത്തം അവരുടെ ടിബറ്റൻ ക്യാമ്പുകളും അവരുടെ ഹോസ്പിറ്റൽസ്, അവരുടെ ആശ്രമം, അവരുമായി ചുറ്റപ്പെട്ടിരിക്കുന്ന സ്ഥലങ്ങളാണ് നമ്മളിനി മുന്നോട്ട് കാണാൻ പോകുന്നത് മൊത്തം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ് അവരുടെ തോരണങ്ങൾ, മനോഹരമായ തോരണങ്ങൾ. ഒപ്പം തന്നെ കർണാടകയിലെ തന്നെ ഏറ്റവും തിരക്കേറിയ ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ബൈലക്കുപ്പയിലെ ഗോൾഡൻ ടെമ്പിളാണ് നമ്മളിപ്പം കാണാൻ പോകുന്നത്. കുടക് ജില്ലയിലെ കുശാൽ നഗറിൽ നിന്നും 5 കിലോമീറ്റർ അകലെയുള്ള ബൈലക്കുപ്പയിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഓരോ സന്ദർശകരെയും മറ്റൊരു ലോകത്തിലേക്ക് എത്തിക്കുന്നതാണ് ഇവിടുത്തെ കാഴ്ചകൾ മിക്കത്. നംഡ്രോളിംഗ് മൊണസ്ട്രി എന്നറിയപ്പെടുന്ന ഇവിടം വൺ ഓഫ് ദി ലാർജസ്റ്റ് ടിബറ്റൻ സെറ്റിൽമെൻറ്റ്സ് ആണ്. ഏകദേശം 10,000 അഭയാർത്ഥികളാണ് ഇവിടെ ഉള്ളത്. ഈ മൊണസ്ട്രി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 11ാമത്തെ കിരീടധാരിയായ പത്മനോർബു റിംപോച്ചെ 1963 1995 നിർമ്മാണം ആരംഭിച്ച് 99 ഈ ഒരു മോണസ്ട്രി ഭക്തർക്കായിട്ട് തുറന്നു കൊടുക്കുന്നത്. ഏകദേശം 40 അടി ഉയരമുള്ള ഗോൾഡൻ ടെമ്പിൾ നമുക്കിവിടെ കാണാൻ കഴിയും. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിനോദസഞ്ചാരികൾ ഇത് കാണാൻ വേണ്ടി ഇവിടെ എത്തിച്ചേരാറുമുണ്ട്. 1950കളിലാണ് ടിബറ്റൻ ചൈന രാഷ്ട്രീയ സംഘർഷമുണ്ടാവുകയും 1000ഓളം ടിബറ്റൻസ് പീനോ റിംപോച്ചിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിലേക്ക് പലായനം ചെയ്യുന്നതും അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു അവർക്ക് ഇന്ത്യയിൽ അഭയം കൊടുക്കുകയും 1960 ഗവൺമെൻറ് ഓഫ് മൈസൂർ അവർക്കൊരു തണുത്ത സ്ഥലം നോക്കി ബൈലക്കുപ്പയിലെ ഏകദേശം 3000 ഏക്കർ കൊടുക്കുകയും ചെയ്യുന്നു. ഇവിടെ ധാരാളം ഏകദേശം 5000ഓളം ലാമാസിനെ നമുക്കിവിടെ കാണാൻ കഴിയും. ലാമാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിബറ്റൻ ഫാമിലിയിൽപ്പെടുന്ന ആദ്യമായി ജനിക്കുന്ന ഒരു കുട്ടിയെ അവർക്ക് ഈ മൊണസ്ട്രിയിലേക്ക് ബുദ്ധിസം പഠിക്കാനായിട്ട് എത്തിച്ചേർണ്ട് അങ്ങനൊരു സന്യാസിമാർ ആക്കണമെന്നുണ്ട്. ആ ഒരു രീതിയിൽ വന്നു ചേരുന്നതാണ് പല ലാമാസും ഇവിടെ. ഗോൾഡൻ ടെമ്പിളിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് ഗോൾഡൻ ടെമ്പിൾ. നമ്മളതിനകത്തോട്ട് കാണിച്ചു തരാം. ആ കാണുന്ന ടെമ്പിളിനെയാണ് പഗോഡ എന്ന് പറയും. അതായത് ഇവരുടെ ഒരു ഫേമസ് ടെമ്പിളാണ്. അത് എന്തെങ്കിലും വിശേഷ അവസരങ്ങൾ മാത്രമേ തുറക്കാറുള്ളൂ. അവിടെ കാണുന്ന ഫോട്ടോ ആണ് പീനോ റിംപോച്ചിയുടേതാണ് ഫോട്ടോ കാണപ്പെടുന്നത്. ഇവരുടെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫെസ്റ്റിവലാണ് ലോസർ എന്ന് പറയുന്നത്. അത് ടിബറ്റൻ ന്യൂ ഇയർ ആണ്. സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെബ്രുവരി മാർച്ച് ദിവസങ്ങളാണ്. ഇതിവിടെ നേർച്ചയായി കിട്ടുന്ന വിളക്കുകളാണ് ഇങ്ങനെ കത്തിച്ച് വെച്ചിരിക്കുന്ന മനോഹരമായ ദൃശ്യമാണ്. ഇതാണ് കറക്റ്റ് ഗോൾഡൻ ടെമ്പിൾ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് 3 ബുദ്ധ സന്യാസിമാരെ കാണാൻ കഴിയും. എൻട്രൻസ് ആണ്. ഇതിലേക്ക് കൂടെ നമുക്ക് അകത്ത് കയറാൻ പറ്റും. ഈ ടെമ്പിളിൻ്റെ അകഭാഗമാണ്. ഇവിടെ എങ്ങനെയാണ് അത് നമുക്ക് കാണാൻ കഴിയുന്നത്. വിസിറ്റേഴ്സ് ഇങ്ങനെ നിൽക്കും. ഇതാണ് ഇവിടുത്തെ ഒരു ഫേമസ് ബുദ്ധ ഗോൾഡൻ ടെമ്പിൾ എന്ന് നമ്മൾ പറയുന്നത്. അതിൻ്റെ ചുറ്റും മനോഹരമായ ഉദ്യാനം നമുക്ക് കാണാൻ കഴിയും. നിരവധി ബിൽഡിങ്സ് ഉണ്ട്. അത് അവരവരുടെ ആശ്രമങ്ങളും അവിടുത്തെ പഠന കേന്ദ്രങ്ങളും ധ്യാന കേന്ദ്രങ്ങളും ഒക്കെയാണ്.
ഇതിനകത്ത് നമുക്ക് 3 സ്വർണ്ണ പ്രതിമകൾ കാണാൻ കഴിയും. അത് ഒന്നെന്ന് പറയുന്ന ബുദ്ധ ഭഗവാന്റെയും, രണ്ടാമത്തെ പത്മസ്വഭാവ, മൂന്നാമത്തെ അമിത്യൻ. അങ്ങനെ 3 പ്രധാനപ്പെട്ട ബുദ്ധ സന്യാസിമാരുടെ ഒരു സ്റ്റാച്യു ആണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. കൂടാതെ നല്ല മനോഹരമായ ചുവർ ചിത്രങ്ങളാണ് അവർക്ക് ചുറ്റുമുള്ളത്. നല്ല കളർഫുള്ളായിട്ടുള്ള പെയിൻറ്റിങ്സ് നമുക്കവിടെ കാണാൻ കഴിയും. നമുക്ക് റെസ്ട്രിക്ഷൻസ് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. നമുക്ക് ഫോട്ടോസൊക്കെ നമുക്ക് നന്നായിട്ട് എടുക്കാം. അവരുടെ ചിത്രരചന അടിപൊളിയായിരുന്നു. നല്ല നല്ല ചിത്രങ്ങളിങ്ങനെ വരച്ച് ആലേഖനം ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഒരു വലിയ ബിൽഡിങ്സ് ആയിരുന്നു അവരുടെ എല്ലാം. പിന്നെ അതേപോലെ ആ ഡോറ്, അവരുടെ ആ ലോക്ക്, അങ്ങനെ പല വ്യത്യസ്തമായ കാഴ്ചകളും നമുക്കവിടെ കാണാൻ കഴിയും. ഇത് മറ്റൊരു ബിൽഡിങ്ങാണ്. ഇതിനകത്ത് നമ്മളുടെ ഈ സന്യാസിമാരെല്ലാം ഇരുന്ന് അവരുടെ മതപഠന ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. നല്ല മനോഹരമായി അറേഞ്ച് ചെയ്തിരിക്കുന്ന ചെറിയ ടേബിളും ഇരിപ്പിടങ്ങളും നമുക്കിവിടെ കാണാൻ കഴിയും. ഇവിടെ അവർ പ്രാർത്ഥിക്കുന്ന ഒരു സമയത്ത് പത്മസംഭാവൻ എന്ന ബുദ്ധസന്യാസി എഴുതിയ വരികൾ ഇപ്പോഴത്തെ റിംപോച്ചി മൈക്കിലൂടെ ഇങ്ങനെ വായിച്ചു കൊടുക്കും. അത് താളിയോലയുടെ രൂപത്തിൽ അച്ചടിച്ച പുസ്തകങ്ങളിൽ നോക്കിയാണ് അവർ വിട്ടിരുന്ന് വായിക്കുന്നത്. നമുക്ക് നല്ല നീറ്റായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നല്ല അച്ചടക്കത്തോടു കൂടിയാണ് അവർ പ്രെയറിനായി നമുക്കിവിടെ ഇരിക്കുന്ന. ഇപ്പോൾ അവിടെ ആരും ഇല്ല എങ്കിലും ആ ഒരു പ്രെയർ ടൈമിൽ അങ്ങനെയാണ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു മണി കാണും അവരുടെ കൈകളിൽ. അവരുടെ പ്രാർത്ഥനാ രീതി എന്ന് വെച്ചാൽ വ്യത്യസ്തമായ ഒരു രീതിയാണ് അവർ കൈക്കൊള്ളുന്നത്. നമ്മൾ നല്ല അച്ചടക്കത്തോടെയാണ് ഇവിടുത്തെ ലാമാസ് അല്ലെങ്കിൽ സന്യാസിമാരെ കാണാൻ കഴിയുന്നത്. ഇത് ഞങ്ങൾ അവിടെ ഇരുന്നപ്പോൾ വെറുതെ ജാനു എടുത്ത കുറച്ച് വീഡിയോസാണ്. ഇപ്പോൾ ഗൈസ്, നമ്മൾ ഗോൾഡൻ ടെമ്പിൾ കണ്ടിട്ട് ഇവിടെ ഇങ്ങനെ എല്ലാവരും റെസ്റ്റ് എടുക്കാനായിട്ട് ഇരിക്കുകയാണ്. ഇതാണ് ആ ഒരു അടിപൊളി വ്യൂ ആണ്. ഇതാണ് ഗോൾഡൻ ടെമ്പിളിൻ്റെ പുറത്തെ വ്യൂ. പിന്നെ ഇവിടെ വേറൊരു ഇവിടെ ഒരു വിളക്കുകൾ കത്തിക്കുന്ന ഒരു സ്പോട്ടാണ് ഇത്. ഇവരുടെ എല്ലാം ഹോസ്റ്റലാണ്. ഇവിടുത്തെ സന്യാസിമാർ താമസിക്കുന്ന ഹോസ്റ്റൽസാണ് ചുറ്റും. ഇവിടുത്തെ ഈ ഒരു ഗോൾഡൻ ടെമ്പിളിൻ്റെ ടിബറ്റിലെ ബുദ്ധ മൊണസ്ട്രിയിൽ ഉള്ളതിൻ്റെ ഒരു മിനിയേച്ചറാണ് ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഏകദേശ രൂപമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഗോൾഡൻ ടെമ്പിൾ. ലൈറ്റ് ചെയ്യുന്ന വിളക്കുകളാണ് ഇവിടെ ഇങ്ങനെ കത്തിക്കാൻ തയ്യാറാക്കി വെച്ചേക്കുകയാണ്. ഇവിടെ നിരവധി ബുദ്ധമത സന്യാസിമാർക്ക് ബുദ്ധമതത്തെക്കുറിച്ച് അറിയാനും പഠിക്കാനുമുള്ള സൗകര്യങ്ങളുണ്ട്. ഒപ്പം സൗജന്യ ഭക്ഷണവും താമസവും നൽകി വരുന്നു. ഇവിടുത്തെ പ്രവേശനം ഏകദേശം 9 മണി മുതൽ 6 മണി വരെയാണ്. നിരവധി വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ബിൽഡിങ്സ് നമുക്ക് കാണാം. ഇതെല്ലാം അവരുടെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പ്രെയർ ഹാള്, അങ്ങനെ പല പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ബിൽഡിങ്സാണിവ. അപ്പോൾ ഇവിടെ നമുക്ക് കുറേ പ്രായമായവരെയും ഒക്കെ കാണാൻ കഴിയും. എത്രയൊക്കെയാണെങ്കിലും ഒരു തവണയെങ്കിലും നിങ്ങളെല്ലാവരും ഇവിടെ ഒന്ന് വന്ന് സന്ദർശിക്കണം. ഒരു വ്യത്യസ്തമായ ഒരു അനുഭവം, ഒരു പോസിറ്റീവ് വൈബുമാണ്. അപ്പം ഇത്രയൊക്കെ കണ്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.